പേഴ്സണൽ അടുത്തിടെ വന്ന 2-3 വാർത്തകൾ നമ്മളെ വല്ലാതെ ഞെട്ടിച്ചു. ഇന്ന് തന്നെ നമ്മുടെ വാർത്തയിൽ ഇടം പിടിച്ച 2 പ്രധാനപ്പെട്ട വാർത്തകൾ. ഒന്ന്, ഒരു 12 വയസ്സുകാരൻ്റെ കണ്ണിൽ മുളക് വെള്ളമൊഴിച്ച് നഖത്തിൽ ഈർക്കിൽ കയറ്റിയത് അച്ഛൻ്റെ ബന്ധുക്കളാണ്. മറ്റൊരിടത്ത് 19 വയസ്സുകാരൻ്റെ ജനനേന്ദ്രിയം തകർത്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത സഹപാഠികളാണ്. ആലപ്പുഴയിൽ കരുവാറ്റയിൽ നിന്ന് വന്നത് 13 വയസ്സുള്ള കുട്ടി പ്രായപൂർത്തിയാകാത്ത സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തങ്ങളുടെ ഒരു ഉറ്റ ബന്ധുവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത് ആ പെൺകുട്ടിയാണ് എന്നാണ് ഇതുവരെയും പോലീസിൻ്റെ ഭാഷ്യം. ആ കുട്ടിക്ക് ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭയക്കേണ്ട സമയമാണോ ഇത്? ഉറപ്പായും നമ്മൾ ഭയപ്പെടേണ്ട സമയമാണ്. ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കേരളമെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം, ലോകം ഒക്കെ കടന്നു പോകുന്നത്. ഇന്ന് അമേരിക്കയിൽ ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിചാരണ നടക്കുകയാണ്. ഫേസ്ബുക്കിനെതിരെയാണ് കേസ്. എന്താണ് കേസ്? യുവാക്കളെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് അവരെ ആകർഷിക്കുകയും അവരിലൂടെ ഡാറ്റ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസുകൾ, അവരെ സോഷ്യൽ മീഡിയകളുടെ അടിമകളാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസിൽ അമേരിക്കയിൽ നിന്ന് ഹിയറിംഗ് നടക്കുകയാണ് ഈ കേസിൽ. അപ്പോൾ ലോകം മുഴുവൻ, ഓസ്ട്രേലിയയിൽ സോഷ്യൽ മീഡിയ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അപ്പോൾ ലോകം മുഴുവൻ വലിയ അമ്പരപ്പിലും വലിയ ആശങ്കയിലുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവങ്ങൾ തന്നെ, ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, ഈ 13 വയസ്സുകാരി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നുകൊണ്ട് മുത്തച്ഛനെ, 65 വയസ്സുള്ള മുത്തച്ഛനെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിൽ ഒരു കൊട്ടേഷൻ നീക്കത്തിലൂടെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ വളരെ ഞെട്ടലോടെ കണ്ട ഒരു സംഭവം. രണ്ടാമത്തെ സംഭവം ഇടുക്കിയിൽ 2 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനത്തിൽ മകൻ രക്ഷിതാക്കളെ കൊലപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഒരു സംഭവം ഇന്ന്, ഞാൻ പറയുന്നത് ഈ കൊലപാതകമല്ല എങ്കിൽ പോലും, കോഴിക്കോട്ട് ബൈപ്പാസിൽ ഒരു 18 വയസ്സുകാരൻ ചോര വാർന്ന് 20 മിനിറ്റ് സമയം റോഡിൽ കിടന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ആ 18 വയസ്സുകാരൻ വിദ്യാർത്ഥി മരിച്ചുപോയി. അപ്പം നമ്മളിവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. നമ്മുടെ മാനസികാവസ്ഥയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനുഷ്യൻ്റെ മൂല്യബോധത്തിൽ ഒക്കെ തന്നെ എന്തൊക്കെയോ അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കവി എ അയ്യപ്പൻ പറഞ്ഞതുപോലെ, ഈ കാറപകടത്തിൽ മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ഞാൻ നിൽക്കെ, അപ്പോഴും അപകടത്തിൽ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്ന് പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ പോലെ. അന്ന് അയ്യപ്പൻ അത് പാടിയത് വിശപ്പിനെ കുറിച്ചാണെങ്കിലും, നമ്മൾ ഈ ഒരു വരികൾ നമുക്ക് പല സാഹചര്യത്തിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ യുവതലമുറ, അത് വിദ്യാർത്ഥികളായിക്കോട്ടെ, അവർ പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അവരുടെ ഒരു വളർച്ചാ ഘട്ടം എന്ന് പറയുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. കുടുംബം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു മൊബൈൽ ഫോൺ, അതായത് അവർ ഇൻസെൻസിറ്റീവാണ് നമ്മുടെ യുവതലമുറയിൽ ഭൂരിഭാഗം പേരും. അവരൊന്നും ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് അവർ മാറുന്നു. ഭൂരിഭാഗം പേരും, എല്ലാവരുമല്ല, ഭൂരിഭാഗം പേരും അങ്ങനെ മാറുന്നു എന്ന് നമുക്ക് തോന്നാം. ലോകം ഇത് അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും അവർ ആശങ്കപ്പെടുന്നില്ല. ഒരുപക്ഷെ അതിനേക്കാൾ അവർ ആശങ്കപ്പെടുന്നത് വൈഫൈ കട്ടാവുന്നതും ഈ പറഞ്ഞ പോലെ റിമോട്ട് കേടാവുന്നതുമാണ് അവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് അവർ ആ നിലയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഈ ഓൺലൈൻ ഗെയിമിംഗ് ഉണ്ടല്ലോ, ഓൺലൈൻ ഗെയിമിംഗ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. ഒരു വർഷം 14,000 കോടി രൂപയാണ് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ കേന്ദ്ര സർക്കാരിന്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് നികുതിയായി കിട്ടുന്നത്. നമ്മൾ ഈ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടല്ലോ, ഈ കുട്ടികളൊക്കെ ഈ ഓൺലൈൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അതിലാണല്ലോ ഭയങ്കര അഡിക്ഷനായിട്ട് ഈ കുട്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ മൊബൈൽ ഫോൺ വേണ്ടത്. ഇപ്പോൾ ഈ 13 വയസ്സുകാരിയായ പെൺകുട്ടി അവരുടെ മുത്തച്ഛനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ സംഘത്തെ അല്ലെങ്കിൽ കൊട്ടേഷൻ സംവിധാനം ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണിന് വേണ്ടിയാണെന്ന് പറയുന്നു.
അപ്പം ഒരു മൊബൈൽ ഫോണാണ്, ഒരു ഗാഡ്ജറ്റാണ് ഇവർക്കൊക്കെ വേണ്ടത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഈ കുട്ടികൾ എന്തും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? അവരെ എന്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം അട്രാക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അവിടെയൊക്കെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട് എന്നതുകൂടി നമ്മളിവിടെ കണക്കാക്കണം. അപ്പോൾ വളരെ ഇൻസെൻസിറ്റീവായ മൂല്യബോധമില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ കുട്ടികൾ മാറുന്നത് തീർച്ചയായും ഗൗരവമായി പരിശോധിക്കേണ്ട സാഹചര്യമാണ്. അമ്പരപ്പോടെയാണ് നമ്മൾ ഈ സാഹചര്യത്തെയൊക്കെ തന്നെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 സംഭവങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ തൊടുപുഴയിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തിയ സംഭവം 18-ാം തീയതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്ട് ഓഗസ്റ്റ് 17-ാം തീയതി മകൻ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗാഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഈ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ വിഷയമാണ് ലഹരി എന്ന് പറയുന്നത്. ഇപ്പോൾ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ യഥേഷ്ടം നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഈ കൊലപാതകങ്ങളിലൊക്കെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഈ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ, ഇപ്പം നേരത്തെ സഹപാഠിയായ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം അടിച്ച് തകർത്തു എന്ന് പറയുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഇവിടെ അതുകൂടി വലിയ ഗുരുതരമായ സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ പ്രഖ്യാപിച്ച് വലിയ അറസ്റ്റും ഒക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത്രത്തോളം ആഴത്തിലെത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ കണ്ണികൾ പൊട്ടിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഈ കണ്ണികൾ ചേർന്ന് വരുന്ന സാഹചര്യമുണ്ട്. ഇതൊരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം. പണ്ടൊക്കെ ആണെങ്കിൽ കഞ്ചാവ് കടത്താണെങ്കിൽ ഇന്ന് MDMA കടത്താണ്. ഇന്ന് വളരെ സുലഭമായി തന്നെ വിദ്യാർത്ഥി തലം മുതലൊക്കെ തന്നെ ഇത് വളരെ സുലഭമായി ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഇത് ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോകാതെ കൂടുതൽ ഗൗരവമായി ഇതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കുട്ടികളെ ഇത്തരമൊരു ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുക, എങ്ങനെയാണ് കൂടുതൽ സെൻസിറ്റീവായ ഒരു മൂല്യബോധമുള്ള ഒരു തലമുറയായി ഇവരെ വാർത്തെടുക്കാൻ കഴിയുക. നമ്മൾ CJP സമരത്തെയൊക്കെ തന്നെ അഭിമാനത്തോടെ പറയും. പക്ഷേ ഈ CJP സമരത്തെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴാണ് അതേ അവർക്കൊപ്പം നിൽക്കുന്ന തലമുറയിലെ കുട്ടികൾ തന്നെയാണ് വലിയ അപകടത്തിലേക്ക് കൂടി യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.